വരാനിരിക്കുന്ന ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് ബി.ജെ.പി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പ്രകടന പത്രിക പരസ്യപ്പെടുത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ജമ്മു കശ്മീർ ഭീകരതയിൽ നിന്ന് ടൂറിസത്തിലേക്ക് മാറിയെന്ന് ഷാ ചൂണ്ടിക്കാട്ടി. കശ്മീർ താഴ്വരയിലെ ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച ഷാ തങ്ങളിവിടുത്തെ ഭീകര ആവാസ വ്യവസ്ഥയെ തകർത്തുവെന്നും അവകാശപ്പെട്ടു. 2014 വരെ ജമ്മു കശ്മീരിൽ തീവ്രവാദവും വിഘടനവാദവും തുടർന്നു. എല്ലാ സർക്കാരുകളും ജമ്മു കശ്മീരിലെ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യാതെ പ്രീണന രാഷ്ട്രീയം പിന്തുടർന്നു. ഇനി 2014നും 2024നും ഇടയിലുള്ള കാലഘട്ടം സുവർണ ലിപികളിൽ എഴുതപ്പെടും. ജമ്മു കശ്മീർ എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്നും താഴ്വരയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ബി.ജെ.പിയുടെ ശ്രദ്ധ തുടരുമെന്നും ഷാ എടുത്തു പറഞ്ഞു. കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാനാകില്ല എന്നും അതൊരു ചരിത്രമായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് NC സഖ്യം നേരത്തെ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതിനെ അമിത്ഷാ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. ആർട്ടിക്കിൾ 370 കാരണമാണ് യുവാക്കൾ കല്ലും ആയുധങ്ങളും കയ്യിലേന്തി സേനകളെ ആക്രമിച്ചത്. ജമ്മു കശ്മീരിൽ തീവ്രവാദം പൂർണ്ണമായി ഉന്മൂലനം ചെയ്യും. തീവ്രവാദത്തിന് പിന്തുണ നൽകിയവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ധവളപത്രം പുറത്തിറക്കും. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ മാ സമ്മാൻ യോജന പ്രകാരം എല്ലാ കുടുംബത്തിലെയും മുതിർന്ന സ്ത്രീക്ക് പ്രതിവർഷം 18,000 രൂപ നൽകും. ഉജ്ജ്വല പദ്ധതി പ്രകാരം ഞങ്ങൾ പ്രതിവർഷം 2 സൗജന്യ സിലിണ്ടറുകൾ നൽകും. പ്രഗതി ശിക്ഷാ യോജനയ്ക്ക് കീഴിൽ ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 3000 രൂപ യാത്രാ അലവൻസായി നൽകുമെന്നും പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് ഷാ വ്യക്തമാക്കി. യുവാക്കൾക്ക് 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കശ്മീരിനെ ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രികയെയും അമിത്ഷാ കടന്നാക്രമിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തരമൊരു പ്രകടന പത്രിക എങ്ങനെ പുറത്തിറക്കാൻ കഴിയും? കോൺഗ്രസ് പോലുള്ള ഒരു ദേശീയ പാർട്ടി ഇതിനെ നിരുപാധികം പിന്തുണച്ചത് എങ്ങനെ? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നാഷണൽ കോൺഫറൻസിന്റെ അജണ്ടയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. ഇതാണ് എനിക്ക് രാഹുലിനോട് ചോദിക്കാനുള്ളതെന്നും ഷാ തുറന്നടിച്ചിരുന്നു. അതേസമയം തങ്ങൾ അധികാരത്തിലെത്തിയാൽ ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ബി.ജെ.പി. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടണം. അല്ലാത്തപക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ആദ്യ പ്രഖ്യാപനം അതായിരിക്കും. ബി.ജെ.പി. ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും മേഖലയിലേക്ക് സംസ്ഥാന പദവി തിരിച്ചുവരുമെന്ന് ഞങ്ങൾ ഉറപ്പാക്കും. ഇന്ത്യ സഖ്യത്തിന്റെ കീഴിൽ തങ്ങൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ആദ്യമായിട്ടാണ് ജമ്മു കശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. സെപ്റ്റംബർ 18, സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിൽ 3 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. തിരഞ്ഞെടുപ്പ് ഫലം ഒക്ടോബർ 8-ന് പ്രഖ്യാപിക്കും.